ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ കറിയായിട്ടും റോസ്റ്റായിട്ടും ഒക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചടപടേന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എന്നാൽ ശരി, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് കടായിലാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ആദ്യം ഓണാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. അതായത് ആദ്യം നമുക്ക് മസാലക്കൂട്ടുകളൊന്ന് വറുത്തെടുക്കണം. 1 ടീസ്പൂൺ നിറയെ തന്നെ ഞാനിപ്പോൾ കുരുമുളക് എടുത്തിട്ടുണ്ട്. ആ കുരുമുളക് ചേർക്കാം. കൂടെ അതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ആ പെരുംജീരകവും ചേർക്കുകയാണ്. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ അളവിലാണ് ചെറിയ ജീരകം വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിരിക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരില്ലേ, നല്ലൊരു മണം വരില്ലേ. ഒരു മിനിറ്റോളം ഒന്ന് വറുത്താൽ മതി, കൂടുതൽ സമയം വറുക്കേണ്ട ആവശ്യമില്ല. ഇതായത് ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാലകൾ ചേർക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് നല്ല കുറവാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. അതല്ല, നമ്മൾ ചിക്കൻ കറിക്ക് എത്ര എരിവാണോ നിങ്ങൾ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മല്ലിപ്പൊടി എടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു അളവിലെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് വറുത്ത് കൊടുക്കാം. അതായത് നമ്മുടെ മസാലയുടെ ഒരു ഫ്ലേവർ വരുന്നവരെ മാത്രം ഒരു 30 മുതൽ 1 മിനിറ്റ് വരെ, അതായത് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ മാത്രം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വറുത്ത് അതിൻ്റെ കരിഞ്ഞു പോകരുത് പൊടികളൊന്നും, അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഏകദേശം 1 മിനിറ്റോളം ഞാനതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ ഒരു കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കടായി നല്ല ചൂടുള്ള കടായിയാണ്. ഈ കടായിൽ തന്നെ വെച്ചിരിക്കരുത്. ഇതുടൻ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ മാറ്റി അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിപ്പോൾ 3/4 കിലോ അളവിലായിട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. ഏകദേശം 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എണ്ണ ചേർത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 ഏലക്ക ചേർക്കാം. കൂടെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പൂവും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ കളറാകണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. 2 സവാളയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടിക്കോളും. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ സവാളയിൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നിന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റിൽ ചേർക്കാത്തതെന്ന് വെച്ചാൽ അതിങ്ങനെ പാത്രത്തിൻ്റെ അടുക്കി പിടിക്കും. അപ്പോൾ ഇതുപോലെ ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് ഇട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം ഈ ചിക്കൻ ഒന്ന് നല്ല രീതിക്ക് ചൂടാവട്ടെ. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് നിന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനൊക്കെ നല്ല രീതിക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേകാനും ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം വരുന്നതാണ്. അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
അതായത് നമ്മളിപ്പോൾ റോസ്റ്റ് പോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് അളവിൽ ചേർക്കാം. ഒരല്പം കറി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ 1.5 കപ്പും 1 കപ്പിനും ഇടയ്ക്കൊക്കെ ചേർക്കാം കേട്ടോ. അത് നമ്മുടെ ചിക്കൻ എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് ഇങ്ങനെ തിള വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. വീട്ടിലുള്ള കറിവേപ്പിലയാണ്, നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലയും ചേർത്തിട്ട് ചെറിയ രീതിക്ക് ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് ധാരാളം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ 2 വിസിൽ വെച്ചാൽ മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോഴത്തേക്കും ചിക്കൻ കറി വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ 20 മിനിറ്റാണ് ഇത് വെക്കുന്നത്. അടച്ച് വെക്കാൻ മറക്കരുത്. എന്നാൽ ശരി, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് ഒരു 2-3 തവണ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഒരു 5 മിനിറ്റിന് ഇടയ്ക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ്. അതായത് ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം നന്നായിട്ട് ഇതിന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഈ ഒരു ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ഗ്രേവി വറ്റി കിട്ടും. കുറച്ചും കൂടി ഒന്ന് കുറുകിയ രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഇച്ചിരി ഗ്രേവി വേണം താല്പര്യമുള്ളവർക്ക് ആ അളവിന് നമുക്ക് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ശരി, ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ ഇരുന്നൊന്ന് വേകട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി. തക്കാളി ലാസ്റ്റിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു പുളി നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുണ്ടാവും. ഇനി വേണ്ടത് ഒരു 2 വറ്റൽ മുളകും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു തിക്നെസ് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതായത് ഒരുപാട് കറിയായിട്ടും ഇല്ല, എന്നാൽ തീരെ റോസ്റ്റായിട്ടും പോയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെയാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും ഈ ഒരു ചിക്കൻ കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കറി. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവിയാണ്. കുറച്ചും കൂടി വീണ്ടും വറ്റിക്കണം എന്നുള്ളവർക്ക് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് പോലെ കിട്ടും. അതല്ല, അത് കുറച്ചും കൂടി നല്ല കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ ഒരു രീതിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിമിന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമ്മളിത് തയ്യാറാക്കി എടുത്തില്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊരു കറി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.